തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസ് അത് ഇടയ്ക്ക് തലസ്ഥാന നഗരത്തെ വർഷങ്ങൾക്ക് മുൻപ് 2022 മനസ്സിലാക്കുന്നത് ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഈ മാസം 21-ന് ഈ കൊലക്കേസിൽ വിധി പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. 21-ന് ഇയാളുടെ ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി ശരിവെക്കുകയായിരുന്നു. ഇതിനിടെ കോടതി പ്രതിയെ സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടും തേടിയ പശ്ചാത്തലമുണ്ട്. വിനോദുണ്ട്. വിനോദ്, ഈ പ്രതി ഇയാള് നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയ ആളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പ്രീസിഡൻസ് ഉണ്ട് ഇയാളുമായി ബന്ധപ്പെട്ട്. ഇത് പോലീസിനെ അന്വേഷണത്തിൽ കാര്യമായി സഹായിച്ചു എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, 2022 ഈ കൊലപാതകം നടക്കുന്നത്. അതായത് ഈ കൊലപാതകം നടക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ അന്നത്തെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതി പോലും ഈ കൊലപാതകത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വരുന്നത്. അതായത് ലോക്ക്ഡൗൺ ഉള്ള ഒരു സമയമാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉള്ള ഒരു സമയത്താണ് ഈ ചെടികൾ വിൽക്കുന്ന കട, ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു വിനീത. പേരൂർക്കടയിലാണ് ഈ സ്ഥാപനമുള്ളത്. പേരൂർക്കട അമ്പലമുക്കിൽ നെടുമങ്ങാട് സ്വദേശിയാണ് വിനീത. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾക്ക് ഇളവുണ്ടായിരുന്നു. ഈ ചെടികൾ നനയ്ക്കുന്നതിനും മറ്റുമായൊക്കെ അത്തരം സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും കുറച്ച് മണിക്കൂറുകൾ പ്രവർത്തിക്കുന്നതിനും അന്ന് സർക്കാർ അനുവാദം നൽകിയിരുന്നു. അങ്ങനെയാണ് ഇരുചക്ര വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് വിനീത എത്തുന്നത്. ഏതാണ്ട് ആ സമയത്ത് 9 മാസമാണ് വിനീത സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് ആയിരുന്നത്. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു, അർബുദം ബാധിച്ച് മരിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ വീട്ടിലെ കാര്യങ്ങൾ, ആ ചിലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തൊഴിൽ തേടി എത്തിയതും വിനീത അലങ്കാര സസ്യങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ ജീവനക്കാരിയായി കയറിയതും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു തട്ടുകട ഉണ്ടായിരുന്നത്, ചെറിയൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു രാജേന്ദ്രൻ തമിഴ്നാട് സ്വദേശിയാണ്, കന്യാകുമാരി സ്വദേശിയാണ്. അവിടെ നിന്നാണ് ഇവിടേക്ക് വരുന്നത്, കന്യാകുമാരിയിൽ നിന്നാണ് ഇവിടെ എത്തുന്നത്. ഈ സമയത്ത് പകൽ സമയത്താണ്, പട്ടാപ്പകലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണി കഴിയുന്നതോടുകൂടി രാജേന്ദ്രൻ ഈ കടയുടെ അടുത്തേക്ക് വരികയും അവിടെ ചുറ്റിത്തിരിയുകയും ചെയ്തു. ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ റോഡിലോ പരിസരത്തോ ഉണ്ടായിരുന്നില്ല. മറ്റ് വാഹനങ്ങളോ അത്തരത്തിലുള്ള തിരക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിനീത അവിടെ ഒറ്റയ്ക്കാണെന്ന് രാജേന്ദ്രൻ മനസ്സിലാക്കി. തുടർന്ന് ഈ കടയ്ക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. കയ്യിൽ നേരത്തെ തന്നെ കരുതി വെച്ചിരുന്ന കത്തി ഉണ്ടായിരുന്നു. ചെടി വേണം, ചെടി വാങ്ങാനെന്ന വ്യാജേനയാണ് അവിടെ എത്തുന്നത്. ഈ ചെടികൾ കാണിക്കുന്നതിന് കെട്ടിടത്തിൻ്റെ പിറകിലേക്ക് വിനീത പോകുന്നു. അവിടെ വെച്ചാണ് ഈ കൊല നടക്കുന്നത്. വിനീത ഈ ചെടികൾ കാണിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വായ് പൊത്തിപ്പിടിച്ച് കഴുത്തറക്കുകയായിരുന്നു. അവിടെ അവരെ കൊലപ്പെടുത്തിയ ശേഷം കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ്റെ മാലയുമായി ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുന്നു. ഈ കടന്നു എന്നത് മാത്രമല്ല, പേരൂർക്കട പോലീസ് ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തി വലിയ തോതിൽ അന്വേഷണം നടക്കുകയാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന ഒരു അരിങ്കൊലയാണ്. ആരാണ് പ്രതി എന്നതിനെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അങ്ങനെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഈ നടത്തത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചെറിയൊരു മുടന്ത് പോലെ ഉള്ള ആളാണെന്ന് തിരിച്ചറിയുന്നു. ഈ പരിസരത്ത് അങ്ങനെയുള്ള ഒരാളിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ചായക്കടയിലെ ആളിന് ഈ നടത്തയുമായി സാമ്യമുണ്ട് എന്ന ചെറിയൊരു കണ്ടെത്തലിലേക്കാണ് ആദ്യം എത്തുന്നത്. ഇയാളുടെ തിരോധാനം, ഇയാൾ എവിടെ പോയി എന്നത് സംബന്ധിച്ചുള്ള സംശയവും ബലപ്പെടുന്നു. ഇയാളിലേക്ക് അങ്ങനെ എത്തുകയാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. അങ്ങനെ വ്യാപകമായി അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും പ്രതി ഇതേ സ്ഥലത്ത്, പേരൂർക്കടയിൽ വീണ്ടും ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി തിരികെ പോവുകയാണ്. വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ കാവൽ കിണർ എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പിടികൂടിയ ശേഷമാണ് രാജേന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അത് അവിടെ 3 പേരെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആ കേസിൽ ജാമ്യത്തിലിറങ്ങി രാജേന്ദ്രൻ തലസ്ഥാനത്തേക്ക് വരുന്നത്, തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി. ഈ കൊലപാതകങ്ങളിൽ രാജേന്ദ്രൻ പിടിയിലാകുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തിയത് ഇയാൾക്ക് ഓഹരി വിപണിയിൽ ഈ പണം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പണം നിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൊലപാതകം നടത്തി പണം കണ്ടെത്തുക, ഈ ഒരു രീതിയിലേക്കാണ് പ്രതി പിന്നീട് മാറിയത്. തമിഴ്നാട്ടിൽ നടത്തിയ കൊലപാതകം പണത്തിന് വേണ്ടിയാണെന്ന് കണ്ടെത്തിയിരുന്നു. അതും ഈ തരത്തിൽ തന്നെയാണ്. വളരെ സൗഹാർദ്ദപരമായി ഇടപെട്ടിരുന്നൊരു വീടാണ്. ആ വീട്ടിലേക്ക് രാജേന്ദ്രൻ ചെല്ലുകയും അവരുമായി സംസാരിക്കുകയും പിന്നീട് ഈ കൊലപാതകം നടത്തുകയുമായിരുന്നു.
ഈ കൊല്ലപ്പെട്ട വിനീതയിൽ നിന്ന് കവർന്ന 4 പവൻ്റെ മാല പിന്നീട് അവിടുത്തെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുന്നു. രാജേന്ദ്രൻ അവിടെ കൊണ്ടുപോയതാണ്. ഇയാളുടെ താമസ സ്ഥലത്ത് ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഈ ഓഹരി വിപണിയിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിലേക്ക് വരികയും ഒരു ഹോട്ടൽ തൊഴിലാളിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലും മറ്റൊരു കൊലപാതകം നടത്താനാണ് ഇയാൾ ആസൂത്രണം ചെയ്തത്. അവിടെയാണ് ഇരയായി വിനീതയെ കണ്ടെത്തുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു യുവതിയാണ്. മാത്രമല്ല അവരുടെ കഴുത്തിൽ 4 പവൻ്റെ മാലയുണ്ടായിരുന്നു. അങ്ങനെ ഇരയെ കണ്ടെത്തുകയും കൊലപാതകം തീരുമാനിച്ചുറപ്പിക്കുകയും പിന്നീട് തക്കം നോക്കി ഇങ്ങനെ ഒരു കൊല നടത്തുകയുമായിരുന്നു. ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. അത് 21-നായിരിക്കും. അതിനു മുൻപ് 7 റിപ്പോർട്ടുകൾ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റിൻ്റെ അടക്കം തമിഴ്നാട് കന്യാകുമാരിയിലെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടടക്കമുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ വിശദമായ റിപ്പോർട്ട്. ഇങ്ങനെ 7 കാര്യങ്ങളാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും നൽകുക, അതിനു മുൻപ് വിശദമായി ഈ 7 റിപ്പോർട്ടുകൾ കൂടി കോടതി പരിശോധിക്കും. അതിനുശേഷം 21-ന് ശിക്ഷ വിധിക്കും. രഞ്ജിത്ത്, ഈ പോലീസിന് നേരത്തെ വിനോദ് പറഞ്ഞ പോലെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇത്. കാരണം ദൃക്സാക്ഷികളൊക്കെ വളരെ ദൃക്സാക്ഷി ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് ആ തരത്തിലായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. കോവിഡ് കാലമായതുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുക എന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി കാര്യക്ഷമമായ പോലീസിന് ചില കണ്ടെത്തലുകൾ ഉണ്ടായി. അത്തരം ഒരുപാട് ഘടകങ്ങൾ പോലീസിനെ പ്രധാനമായും സഹായിച്ചത് എന്തൊക്കെയായിരുന്നു വിനോദ്? രഞ്ജിത്ത്, ഈ കൊലപാതകം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ മോഡ് ഓഫ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ഈ കൊല നടത്തിയ രീതിയും ഈ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം ഒരുപക്ഷെ ഒരു മലയാളി ആയിരിക്കില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ആദ്യം തന്നെ അന്വേഷണ സംഘം എത്തുന്നത്. ഇതിൽ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകം എന്നൊരു നിഗമനം പോലീസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് CCTV ദൃശ്യങ്ങൾ വരുന്നത്. ഇതിൽ കാലിന് നടത്തത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയൊരു മുടന്ത് പോലെ തോന്നുന്ന തരത്തിലാണ് ഈ വ്യക്തി അവിടെ നിന്ന് പോകുന്ന ആൾ നടക്കുന്നത്. അങ്ങനെ ഈ നടത്തത്തിൽ വ്യത്യാസമുള്ള ആൾ അത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന അത് ചെന്നെത്തുന്നതാണ് രാജേന്ദ്രനിലേക്ക്. ഈ ഹോട്ടലിൽ ജോലി ചെയ്യുകയും അവിടെ നിന്ന് രാജേന്ദ്രൻ മിസ്സാവുകയും ചെയ്യുന്നു. ഇയാളുടെ തിരോധാനവും കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി ആ ഘട്ടത്തിൽ തന്നെ. പിന്നീട് ഈ ഇങ്ങനെ ഒരു മുടന്ത് പോലെ നടക്കുന്ന ആൾ അത് ചെന്നെത്തുന്നതും രാജേന്ദ്രനിലാണ്. രാജേന്ദ്രൻ്റെ തിരോധാനം വളരെ രഹസ്യമായാണ് പക്ഷേ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം പോലീസ് സൂക്ഷിച്ചത്. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ ഇയാൾ കൂടുതൽ ദൂരത്തേക്ക് പോയാൽ പിടികൂടുക പ്രയാസമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ലീക്കായാൽ പ്രതിയെ പിടിക്കുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് ഇതിൻ്റെ വിവരങ്ങളൊക്കെ പരമാവധി മറച്ചു വെച്ചാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ പോലീസിനെ പോലും ഞെട്ടിച്ച സംഭവം, ഇയാൾ തമിഴ്നാട്ടിൽ പോവുകയും അവിടെ നിന്ന് ഈ കേസിൻ്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ തിരികെ വരികയുമാണ്. ഇതേ ഹോട്ടലിലേക്ക് അയാൾ തിരികെ വരികയും അവിടെ ഉണ്ടായിരുന്ന ഈ വസ്തുവകകൾ അയാളുടെ സാധനങ്ങളുമായി അവിടെ നിന്ന് വീണ്ടും കടന്നു കളയുകയാണ്. ഇത് വന്നു പോകുന്ന ദൃശ്യങ്ങൾ കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് ശേഖരിക്കാനായി ഇയാൾ പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു. രണ്ടാമത്തെ വരവാണ് സത്യത്തിൽ രാജേന്ദ്രനെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ പെട്ടെന്ന് പിടിയിലാകുന്നതിന് ഇടയാക്കിയത്. കാരണം ഇയാൾ ഹോട്ടലിൽ വന്നുപോയി എന്ന മൊഴി ലഭിക്കുന്നു. തുടർന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളുടെ സാന്നിധ്യം മനസ്സിലാകുന്നു. ഇത് രാജേന്ദ്രൻ തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് കാവൽ കിണറിലേക്ക് പോകുന്നത്. ഇയാൾ ആ സമയത്ത് ഈ മറ്റ് ഇലക്ട്രോണിക്സ് വസ്തുക്കളൊക്കെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കണ്ടെത്തുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും കാവൽ കിണറിലെ ലോഡ്ജ് മുറിയിൽ നിന്ന് ഇയാളെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ 4 പവൻ്റെ മാല വീണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് രാജേന്ദ്രനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളാണ്, വിദ്യാസമ്പന്നനാണ് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇതേ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തി അവിടെ നിന്ന് പണം കവർന്നിരുന്നു. ഈ കേസിൽ രാജേന്ദ്രൻ പിടിയിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയാണ് തിരുവനന്തപുരത്തെ കൊലപാതകം നടത്തിയത്. ഏതായിരുന്നാലും അന്ന് തിരുവനന്തപുരം നഗരത്തെ വല്ലാതെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഒരു 11:30 മണിയോടുകൂടിയാണ് ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അറിയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു, ഒരു യുവതിയെ കഴുത്തറുത്തിട്ടിരിക്കുന്നു, പട്ടാപ്പകൽ കഴുത്തറുത്ത്
കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിവരം വരുന്നത്. തുടർന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം കഴുത്തിൽ മുറിവേൽപ്പിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. മാത്രമല്ല വിനീതയുടെ മക്കൾ അവിടെ വന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആണ് ഈ കുഞ്ഞുങ്ങൾ. അവർ ഒരു മകനും മകളുമാണ്. ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഈ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് കരഞ്ഞ ഒരു ദൃശ്യമൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്, മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏറ്റവും അച്ഛൻ മരിച്ചു, പിന്നാലെ അമ്മ മരിക്കുന്നു. അങ്ങനെ തീർത്തും അനാഥരായ രണ്ട് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ കാഴ്ചയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഏതായിരുന്നാലും പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കോവിഡ് സമയത്തുണ്ടായ ഒരു കൊലപാതകം, പോലീസിന് ഏറെ അന്വേഷണത്തിൽ ഒരുപാട് തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൊലപാതകം, ദൃക്സാക്ഷികളില്ലായിരുന്ന ഒരു കൊലപാതകം. അന്ന് നമുക്കറിയാം കോവിഡ് സാഹചര്യമൊക്കെ നമുക്കറിയാം. മാധ്യമപ്രവർത്തകരോ ഒന്നും അത്ര കാര്യമായി സജീവമല്ലാത്ത പോലീസ് വിഭാഗമൊക്കെ മറ്റു പല പ്രവർത്തികളും മറ്റു പല തരത്തിലുള്ള എൻഗേജ്മെൻറ്റ്സും ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വിജയകരമായി തന്നെ പോലീസ് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും മറ്റു ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അഭിനന്ദനാർഹമായ അന്വേഷണം നടത്തിയ പോലീസ് ഇക്കാര്യത്തിൽ അവർക്ക് എന്തായാലും അവർ അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ആ പ്രതിയിലേക്ക് എത്തുന്നു. നേരത്തെയും കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ നടത്തിയ പ്രതിയാണ്. അയാൾക്ക് വളരെ കൃത്യമായ മോട്ടീവ് ഉണ്ടായിരുന്നു. മോഷണം തന്നെയായിരുന്നു അയാൾ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ്. രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളുടെ ഒരു മാതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിലാണ് ശിക്ഷാവിധി 21 ഉണ്ടാവുക. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ചത്.